കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. UDF സർക്കാർ ചെലവാക്കിയതെല്ലാം ബജറ്റിന് പുറത്തെ ചെലവുകളാണെന്നും ധനമന്ത്രി പറഞ്ഞു. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ശുദ്ധ പ്രഹസനമായിട്ട് മാറി. ഈ മൂലധന ചെലവ് കുറയാണ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വരുമാനത്തിന്റെ ശതമാനമായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ചെലവെല്ലാം ദൈനംദിന ചെലവാക്കി മാറ്റി. അതാണ് ഈ പ്രതിസന്ധിയുടെ കാരണം എന്ന് പറയുന്നത്. ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾക്കല്ല അപ്പപ്പോ വിളി തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ പണം എടുത്ത് ചെലവഴിക്കാം. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും വൻകിട മൂലധന നിക്ഷേപം കേരളത്തിൽ സാധ്യമാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് വെല്ലുവിളി. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വൻകിട നിക്ഷേപങ്ങളാകാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. ഒരുപക്ഷെ ഒരു 2 വർഷം എങ്കിലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കളങ്കരഹിതമായ ഭരണം കാഴ്ചവെക്കാനായി ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ മന്ത്രിമാർ ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തിയത്. പുതിയ മന്ത്രിമാരെ വകുപ്പ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. വകുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾക്കിടെ വരാൻ പോകുന്ന ഭരണത്തെപ്പറ്റിയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും മന്ത്രിമാർ മറുപടി നൽകി. UDF സർക്കാരിന്റെ വിവാദ ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി തിങ്കളാഴ്ച യോഗം ചേരും. ജനുവരി 1-ന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൊണ്ട വിവാദ ഉത്തരവുകളാണ് ഉപസമിതി പരിശോധിക്കുക. വിവാദ തീരുമാനങ്ങൾ അന്വേഷിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. നിയമം നടപ്പാക്കാനാണ് ശ്രമമെന്ന് സമിതി കൺവീനർ AK ബാലൻ പ്രതികരിച്ചു. കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലെമീസ് കത്തോലിക്ക ബാബ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നന്മയും വികസനവുമുള്ള കേരളത്തിന് സഭയുടെ സഹകരണം വാഗ്ദാനം ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കത്തോലിക്ക ബാബ പറഞ്ഞു. സർക്കാരിൻ്റേത് നല്ല തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വി ശിവൻകുട്ടിക്ക് നേരെ RSSന്റെ ഭീഷണിക്കത്ത് ഗൗരവമായി കാണുന്നുവെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേർന്നു. സുനിൽ, ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു നേമത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന, അതോടൊപ്പം തന്നെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവൻകുട്ടിക്ക് നേരെയാണ് RSSന്റെ വധഭീഷണി വന്നിരിക്കുന്നത്. വധഭീഷണി വധിക്കും എന്നും കൊലപ്പെടുത്തുമെന്നും സൂചിപ്പിച്ചിട്ടുള്ള കത്താണ് ശിവൻകുട്ടിക്ക് ലഭിച്ചത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ വി ശിവൻകുട്ടി DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇത് ഗൗരവമായി കാണുന്നുവെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പത്രക്കുറിപ്പ് അറിഞ്ഞിരിക്കുന്നത്. ഇത് RSSന്റെ അറിവോടെ, RSS നേതാക്കളുടെ അറിവോടെയാണോ ഇത്തരത്തിലൊരു കത്ത് വന്നത് എന്ന് അവർ വിശദീകരിക്കാൻ തയ്യാറാകണമെന്നും ജില്ലാ സെക്രട്ടറിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത് RSSന്റെ അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവുമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അതിനകത്ത് വ്യക്തമാക്കുന്നത്. കൊന്ന് തെരുവിൽ തള്ളും എന്നാണ് ഭീഷണി കത്തിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ അന്വേഷണം നടത്തി ഇതിന്റെ പിന്നിലുള്ളവരെ കണ്ടെത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മനു, നന്ദി സുനിൽ അരുമാനൂർ. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. പാരീസിൽ നിന്ന് കെയ്റോയിലേക്കുള്ള യാത്രയ്ക്കിടെ കാണാതായ ഈജിപ്ത് എയർ വിമാനത്തിന് സാങ്കേതിക തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് നടത്തിയ പരിശോധനകളിലൊന്നും സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നില്ല. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു. രാജ്യത്ത് പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന എല്ലാ ബസ്സുകളിലും എമർജൻസി ബട്ടണുകളും CCTV ക്യാമറകളും വെഹിക്കിൾ ട്രാക്കിംഗ് ഉപകരണങ്ങളും നിർബന്ധമാക്കുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് നടപടി. കുറ്റവാളികളെ വിലങ്ങുവയ്ക്കുകയോ ജയിലിലിടുകയോ ചെയ്യരുതെന്ന് കേന്ദ്ര സർക്കാർ. നിയമം വ്യവസ്ഥ ചെയ്യുന്ന ബാലനീതി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. വാണിജ്യ മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വിശാലമായ സഹകരണം വേണമെന്ന് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി. ചൈന സന്ദർശനത്തിന്റെ 2ാം ദിവസം ഇന്ത്യ ചൈന ബിസിനസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ യൂത്ത് അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിനത്തിൽ കേരളത്തിന് 1 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും. കേരളം 2ാം സ്ഥാനത്താണ്. 34 പോയിന്റുമായി ഉത്തർപ്രദേശാണ് 1ാം സ്ഥാനത്തുള്ളത്. വനിതാ വിഭാഗത്തിൽ മഹാരാഷ്ട്രയുടെ സിദ്ധി സഞ്ജയും പുരുഷ വിഭാഗത്തിൽ ഹരിയാനയുടെ രോഹിത്തുമാണ് മീറ്റിന്റെ വേഗമേറിയ താരങ്ങൾ.